വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ ബ്ലോക്ക് 2-ലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഷോർട്ട് നോട്ട്സുകളെ കുറിച്ചാണ്. ഗാന്ധി ഇർവിൻ പാക്ട് ആൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. 1930 നവംബറിൽ ലണ്ടനിൽ വെച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മാക്സ് ഡൊണാൾഡ്സിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനമാണിത്. ഭരണഘടനാ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിൽ നടത്തിയ ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. സിവിൽ നിയമ ലംഘന സമരത്തിലായിരുന്നതിനാൽ കോൺഗ്രസ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം വേണമെന്ന് ജിന്നയും പട്ടികജാതികൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് B.R. അംബേദ്കറും ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഇല്ലാതെയുള്ള ചർച്ചകൾക്ക് വലിയ അർത്ഥമുണ്ടായിരുന്നില്ല. അടുത്തത് ഗാന്ധി ഇർവിൻ പാക്ട് 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1931 മാർച്ച് 5-ന് കോൺഗ്രസിന് വേണ്ടി ഗാന്ധിജിയും സർക്കാരിന് വേണ്ടി ഇർവിൻ പ്രഭുവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത്. സിവിൽ നിയമലംഘന സമരം നിർത്തിവെക്കാനും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഈ കരാറിലൂടെ കോൺഗ്രസ് സമ്മതിച്ചു. പകരം അക്രമത്തിൽ ഏർപ്പെടാത്ത രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കാനും ഗ്രാമങ്ങളിൽ സ്വന്തം ആവശ്യത്തിനായി ഉപ്പുണ്ടാക്കാനുള്ള അവകാശം നൽകാനും സർക്കാർ തയ്യാറായി. അടുത്തത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇൻ 1931, രണ്ടാം വട്ടമേശ സമ്മേളനം. 1931 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ലണ്ടനിൽ നടന്ന ഈ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ ഏകപ്രതിനിധിയായി ഗാന്ധിജി പങ്കെടുത്തു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്ന ആവശ്യത്തിൽ തട്ടി ഈ സമ്മേളനം പരാജയപ്പെട്ടു. മുസ്ലിമീങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ആംഗ്ലോ ഇന്ത്യക്കാർക്കും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്ന് ന്യൂനപക്ഷ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള അംബേദ്കറുടെ ആദ്യത്തെ ഗാന്ധിജി ശക്തമായി എതിർത്തതോടെ ചർച്ചകൾ പരാജയപ്പെട്ടു. അടുത്തത് കമ്മ്യൂണൽ അവാർഡ് ആൻഡ് പൂന പാക്ട് 1932. കമ്മ്യൂണൽ അവാർഡും പൂന ആക്റ്റും. 1932 ഓഗസ്റ്റിൽ ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡ് പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. ഇന്ത്യക്കാരുടെ ഐക്യം തകർക്കാനുള്ള ഈ നീക്കത്തിനെതിരെ ഏർവാഡ് ജയിൽ വെച്ച് ഗാന്ധിജി നിരാഹാര സമരം ആരംഭിക്കുകയും അത് പൂന പാക്റ്റിൽ കലാശിക്കുകയും ചെയ്തു. 1932 സെപ്റ്റംബർ 24 ഗാന്ധിജിയും B.R. അംബേദ്കറും ഒപ്പുവെച്ച കരാറാണ് പൂന പാക്ട്. ഇതനുസരിച്ച് ഹിന്ദുക്കൾക്ക് പൊതുവായ നിയോജക മണ്ഡലം നിലനിർത്തുകയും എന്നാൽ കമ്മ്യൂണൽ അവാർഡിൽ പ്രഖ്യാപിച്ച 72 സീറ്റുകൾക്ക് പകരം പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രവിശ്യ നിയമസഭകളിൽ 148 സീറ്റുകൾ സംവരണം ചെയ്തു നൽകാനും തീരുമാനമായി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1933 തയ്യാറാക്കിയ ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1935 ഓഗസ്റ്റിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണിത്. ഇതൊരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്തു. ഈ നിയമത്തിൻ്റെ പ്രധാന സവിശേഷത പ്രവിശ്യകളിലെ ഇരട്ട ഭരണം പിൻവലിച്ച് പ്രവിശ്യ സ്വയംഭരണം ഏർപ്പെടുത്തി എന്നതാണ്. അധികാരങ്ങളെ ഫെഡറൽ, പ്രൊവിൻഷ്യൽ, കൺകറൻറ്റ് എന്നീ 3 ലിസ്റ്റുകളായി തിരിച്ചു. എങ്കിലും പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ തന്നെ നിലനിർത്തി.